സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും. ഇതിന് 21 ആണ് മൈലേജ് പറയുന്നത്. 60-76 ഇഞ്ചിലേക്ക് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന. അതിന് 29 ആണ് മൈലേജ് വരുന്നത്. പിന്നെ ഡൗൺ പേയ്മെന്റ് ഒരു 1 lakhന്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നല്ല ഓഫർ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1 lakhന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എമ്മിലാണ്, നമ്മുടെ നെക്സയിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മാസം മാരുതി നമുക്ക് അടിപൊളി ഓഫേഴ്സാണ് നമുക്ക് നൽകുന്നത്. സോ നിങ്ങളൊരു യൂസ്ഡ് കാറൊക്കെ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട നല്ലൊരു ടൈമാണ്. സാധാരണ നമുക്കൊരു യൂസ്ഡ് കാർ എടുക്കുന്ന പോലെ നമുക്ക് അതേ ഓഫറിൽ അതേ റേറ്റിൽ നമുക്ക് ഇപ്പോൾ ഫ്രഷ് കാർ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു അനുയോജ്യമായ ടൈമാണ്. സോ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട, ഫുള്ള് കണ്ടോളി. നല്ലൊരു അടിപൊളി ഓഫറാണ്. എല്ലാ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾക്കും നമുക്ക് നല്ല അടിപൊളി ഓഫേഴ്സ് ഉണ്ട്. ഈവൻ ജിംനിയൊക്കെ നോക്കുന്നവർ, ഒരു 4-wheel ഡ്രൈവ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ല അടിപൊളി ഓഫറാണ്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനത്തേക്കാൾ കുറഞ്ഞ വിലയിലൊക്കെ നമുക്കിപ്പോൾ ഫ്രഷ് ജിംനി നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയർ ബാക്ക് വാഹനങ്ങളും നമുക്ക് അടിപൊളി ഓഫേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി. അപ്പോൾ നമുക്ക് കൂടുതൽ എൻക്വയറീസ്, നമ്പർ, കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മൾ കൂടെ ഉള്ളത് നമ്മളെ വീണ മേഡം തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഓഫറുകൾ ഇപ്പോൾ ഈ ഒരു മന്തിലുണ്ട് അല്ലേ? അതായത് നമുക്ക് മെയിൻലി നമുക്ക് നിലവിൽ തന്നെ ഈ ഒരു വർഷത്തെ വാഹനങ്ങൾ നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. പ്ലസ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇനി ഇയർ ബാഗ് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടുത്തെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, നമുക്ക് നമ്മുടെ മലപ്പുറമാണ് ഷോറൂം വരുന്നത്. കോണോമ്പാറയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്കും വിളിക്കാം. നമുക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഓൾ കേരള എവിടെ വേണമെങ്കിലും ഡെലിവറി കൊടുക്കാം. പിന്നെ നല്ല ട്രാവലിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രശ്നമില്ല. ആർക്കും വേണമെങ്കിലും വിളിക്കാം. ഓഫേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് ഈവൻ സീറോ ഡൗൺ പേയ്മെന്റ് വരെ നമുക്ക് വാഹനങ്ങൾ കിട്ടുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. നമുക്ക് ഇവിടെ നെക്സന്റെ ഒരു സ്പെഷ്യാലിറ്റി അറിയാലോ, എല്ലാം പ്രീമിയം സെഗ്മെന്റ് ആണ്, പ്രീമിയം വെഹിക്കിൾസ് ആണ് ഉള്ളത്. അപ്പോൾ നെക്സന്റെ വാഹനങ്ങൾ ഏതൊക്കെയൊന്നും നോക്കാം അല്ലെ? നമുക്ക് ഏറ്റവും ചെറിയൊരു വാഹനം എന്ന് പറഞ്ഞാൽ ഇഗ്നിസ് ആണ് വരുന്നത്. ഇഗ്നിസ് കഴിഞ്ഞാൽ അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ബെലീനയാണ് വരുന്നത്. ഇത് ഫ്രോങ്സ് ആണ് തൊട്ടടുത്തൊരു സെഗ്മെന്റ് വരുന്നത്. പിന്നെ നമുക്ക് പ്രീമിയം വെഹിക്കിൾ ഒന്നുകൂടെ പ്രീമിയം ആയിട്ട് നമുക്കൊരു സെഡാന് നോക്കുന്നവരെ സംബന്ധിച്ച് സിയാസ് വരുന്നുണ്ട്, ഗ്രാൻഡ് വിറ്റാര വരുന്നുണ്ട്. ദെൻ നമുക്ക് ജിംനി ഇവിടെ നമുക്കിപ്പോൾ ഷോറൂമിലില്ല. അതേപോലെ ഒരു 6 സീറ്ററും കൂടി വരുന്നുണ്ട് അല്ലേ? XL6 വരുന്നുണ്ട്. നമുക്കൊരു എർട്ടിക ബേസിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ വലിയൊരു വാഹനം എടുക്കുന്നവർക്ക് ഒരു ഇൻവിക്റ്റോ വരുന്നുണ്ട്. നെക്സ ചാനൽ വഴി നമുക്ക് ഏകദേശം 7 വാഹനങ്ങളാണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് ആദ്യത്തെ ഏറ്റവും ഒരു ചെറിയ ലെവലിൽ എന്നുള്ളവർ നമുക്ക് ഇഗ്നിസ് ആണ് വരുന്നത്. അപ്പൊ ഇഗ്നിസിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു മന്ത് നമുക്ക് ഓഫേഴ്സ്? ഇഗ്നിസ് നമുക്ക് 2023 വെഹിക്കിൾസ് ഇപ്പൊ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ മാർച്ചിൽ നമുക്കത് ഫുള്ള് ലിക്വിഡേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ഇഗ്നിസിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഓഫർ പെരുമഴ നടക്കുന്ന ടൈമാണ്. നോർമൽ വെഹിക്കിളിന് തന്നെ ഏകദേശം കോർപ്പറേറ്റ് ഓഫറും എക്സ്ചേഞ്ച് ഓഫറും ഒക്കെ കൂടിയിട്ട് ഒരു 70 രൂപയുടെ അടുത്ത ഓഫർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് 2023 വെഹിക്കിൾ സ്റ്റോക്ക് ഉണ്ട്. അത് കേസ് ടു കേസ് നോക്കിയിട്ട് അഡീഷണൽ സപ്പോർട്ട് ഇട്ടിട്ട് നമ്മൾ കൊടുക്കും. എന്തായാലും നല്ലൊരു ഓഫറാണ് ഇഗ്നിസിനുള്ളത് ഈ മാസം. ഒരു ഇയർ ബാഗ് വാഹനമാണെങ്കിൽ ഏകദേശം നമുക്ക് 1 ലക്ഷത്തിന്റെ അടുത്ത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇഗ്നിസിന്റെ ബേസ് മോഡൽ സിഗ്മ നമുക്ക് ഇറക്കാൻ പറ്റും. ഈ ബേസ് ആണെങ്കിൽ നമുക്ക് അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത്? ബേസിൽ തന്നെ നമുക്ക് ഈ വെഹിക്കിൾ ഇതിന്റെ ഫുൾ ലോഡിനോട് ചേർന്നിട്ടുള്ള വെഹിക്കിളാണ് വരുന്നത്. പക്ഷേ ഇഗ്നിസിന്റെ ബേസിൽ വരുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് പ്ലെയിൻ ആയിരിക്കും, 2 ഡോർ പവർ വിൻഡോ ആയിരിക്കും വരിക, സെറ്റ് ഉണ്ടാവില്ല. അത് നമുക്ക് അഡീഷണൽ ആക്സസറീസ് പർച്ചേസ് ചെയ്യാം. നമുക്ക് അലോവിയിലും വീൽ കപ്പും ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ സ്പേസും കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും, അതേപോലെ ഫസ്റ്റ് സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഓൾട്ടോക്ക് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു സെഗ്മെന്റ് മാറ്റായും ചെയ്തു. ഏകദേശം നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് വാങ്ങാം. പിന്നെ അതുമല്ല നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ്. കുറച്ചുകൂടെ നല്ല സ്പേസും കാര്യങ്ങളും കുറച്ചുകൂടെ എവിടെയെങ്കിലും നിർത്തിയിട്ടാലും നല്ല ലുക്കും ഒക്കെ ഉള്ള വണ്ടിയാണ്. ഏത് ചെറിയ റോഡ് വഴി, ഇത് പോക്കറ്റ് റോഡ് വഴി പോകും. ഇത് നമുക്ക് മൈലേജ് എത്രയാണ് നമുക്ക് കമ്പനി പറയുന്നത്? ഇതിന് 21 ആണ് മൈലേജ് പറയുന്നത്. 1200 cc ആണ് ഇഗ്നിസ് വരുന്നത്. ഇതിന്റെ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ് നമുക്ക് ഏകദേശം എത്ര രൂപയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ? ഇപ്പൊ ഓട്ടോമാറ്റിക്കിന് ഇപ്പൊ കൂടുതൽ ഓഫർ നടക്കുന്ന ടൈമിൽ AGS ആണ് ഇതിന്റെ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വരുന്നത്. മാനുവൽ ആയിട്ടും നമുക്ക് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. AGS ആണ് വരുന്നത്. 35,000 കൺസ്യൂമർ ഓഫർ തന്നെയുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ഓഫർ വേറെ ഉണ്ട്. ഏകദേശം അപ് ടു 72 ആ റേഞ്ചിലേക്ക് 72,000 രൂപ വരെ നമുക്ക് ഓഫേഴ്സ് നിലവിലുണ്ട്. പ്ലസ് നമ്മൾ ഒരു ഇയർ ബാക്ക് ആണെങ്കിൽ ഒരു 30 കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാം. അത് കേസ് ടു കേസ് നോക്കിയിട്ട് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ബേസ് മോഡൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഓൺ റോഡ് 7,9 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇഗ്നിസ് ബേസ് മോഡലിന് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത്. നമുക്ക് ഈ പറഞ്ഞ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്നത്. അതായത് ഓൺ റോഡ് പ്രൈസ് ആണ്, എക്സ്ഷോറൂം പ്രൈസ് അല്ല. ടാക്സ് എല്ലാം കൂടി നമുക്ക് ഓൺ റോഡിൽ വരുന്ന റേറ്റ് 7,09,000 രൂപയാണ്. അതിനകത്ത് നമുക്ക് 23ക്ക് കേസ് ടു
മാസ്റ്റർ കേസ് നോക്കിയിട്ട് നല്ല ഓഫർ കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കും. അടുത്ത സെഗ്മെന്റ് തന്നെ നമ്മുടെ ബെലീനോ ആണ് വരുന്നത്. ബെലീനോ ഓൾറെഡി നമുക്കറിയാം ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള വണ്ടിയാണ് ബെലീനോ. ബെലീനോയ്ക്ക് നല്ല മൈലേജ് ഉണ്ട്. മൈലേജ് ഷോട്ട് ഒന്നും വരാത്ത ഒരു വെഹിക്കിളാണ് ബെലീനോ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ സ്പേഷ്യസ് അത് അതിന്റെ അട്രാക്റ്റഡ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഈ സിൽവർ കളർ അടിപൊളിയായിട്ട് മൂവ് ചെയ്യുന്നൊരു കളറാണ് ഇതിനകത്ത്. പിന്നെ ബ്ലാക്ക് കളറും അവൈലബിൾ ആണ് ബെലീനോയിൽ. ഫുൾ ഓപ്ഷൻ മുതൽ GTL മുതൽ ബ്ലാക്ക് അവൈലബിൾ ആണ്. ഇതാണ് ബെലീനോയുടെ സ്പേസും കാര്യങ്ങളും. കാരണം ഒരു ഫാമിലിക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് ഉള്ളൊരു വെഹിക്കിളാണ് വരുന്നത്. എല്ലാ റിയർ AC വെന്റ്സ് കംഫർട്ട് ആയിരിക്കും. റിയർ AC വെന്റ്സ് കാര്യങ്ങൾ സ്പേഷ്യസ് ഉണ്ടോ, ഇത്രയും സ്പേഷ്യസ് ആണ്. ഇപ്പൊ ഇരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഡെമോ കാണിച്ചു തരാം. അത്യാവശ്യം ലെഗ് റൂം ഉണ്ട്, ഹെഡ് റൂമും നല്ല ഹെഡ് റൂം വരുന്നുണ്ട്. ഇതാണ് മൊത്തം സ്പേഷ്യസ് വരുന്ന വെഹിക്കിളിന്റെ. ഈ മാസം ഇതിനും അപ് ടു 62,000 വരെ ഓഫർ ഉണ്ട്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ് ഇത് എടുക്കുന്നെങ്കിൽ, ഏജസ് ആണ് എടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കിന് വീണ്ടും കൂടുതലാണ് ഓഫർ. ദെൻ 23 വെഹിക്കിൾ ഇതും സ്റ്റോക്ക് ഉണ്ട്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വെഹിക്കിൾ ഇറക്കാം. അതായത് നമുക്ക് 60,000 രൂപ വരെ നമുക്ക് ഇതിന് നിലവിൽ ഓഫർ ഈ ഒരു വർഷത്തെ വണ്ടി വാഹനത്തിന് വരുന്നുണ്ട്. ഈ ഒരു വർഷത്തെ വാഹനത്തിന് അപ് ടു 65 വരെ നമുക്ക് ഓഫർ റേറ്റിൽ കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ അത് മീൻസ് എക്സ്ചേഞ്ച് ഓഫർ, കോർപ്പറേറ്റ് ഓഫർ, അതേപോലെ തന്നെ കൺസ്യൂമർ ഓഫർ, ഇങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. പക്ഷേ 23 വെഹിക്കിൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതിപ്പോൾ ലിക്വിഡേഷന്റെ ഭാഗമായിട്ട്, മാർച്ചാണല്ലോ, ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് നമുക്ക് അതും ഇതിന് കൂടാതെ അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഏകദേശം നമുക്ക് 1 lakh വരെ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ഏകദേശം നമുക്ക് ഒരു ഇയർ ബാക്ക് വാങ്ങാനാണെങ്കിൽ ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി? ഒരു 50 ബെലീനോ ഒക്കെ ആണെങ്കിൽ, ഇഗ്നീസ് ആണെങ്കിൽ 0, ബെലീനോ ആണെങ്കിൽ ഒരു 60-76 ഇഞ്ചിലേക്ക് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. നല്ലൊരു IT ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ 0 വരെ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം, നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ നല്ല മൈലേജ് കിട്ടും. പ്ലസ് അതേപോലെ അത്യാവശ്യം സ്പേഷ്യസ് ആയ നല്ലൊരു അടിപൊളി വാഹനമാണ്. ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത്? ഒരു ഓൺ റോഡ് ഒരു 8,04,000 ആണ് ബേസ് മോഡലിന് വരുന്നത്. പിന്നെ ഇതിൽ 4 പവർ വിൻഡോ, പിന്നെ അതേപോലെ തന്നെ ബേസ് മോഡലിൽ തന്നെ AC, പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് മോഡൽ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഓൺ റോഡ് പ്രൈസ് ആണ്, നമ്മുടെ ഷോറൂം പ്രൈസ് അല്ല. ഓൺ റോഡ് 8,04,000 ആണ്. പിന്നെ ഇതിന്റെയൊക്കെ സ്പെഷ്യാലിറ്റി, ബേസ് മോഡലിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ കസ്റ്റമറിന് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും വണ്ടി എങ്ങനെ വേണം. 360 വരെ അതിൽ ബേസ് മോഡൽ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. അഡീഷണൽ ആക്സസറി ആയിട്ട് നമുക്ക് അതെ, അലോ വീല്, 360 എല്ലാ സാധനവും കയറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇയർ ബാഗ് വാഹനങ്ങൾ ശരിക്കും നമുക്കൊരു യൂസ്ഡ് കാർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ശരിക്കും നമുക്ക് നല്ലൊരു ബെനിഫിറ്റിൽ നമുക്കൊരു പുതിയ കാർ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ പിന്നെ പുതിയ കാറാകുമ്പോൾ നമുക്ക് പിന്നെ പലിശ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഹനത്തെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. പിന്നെ അതിൻ്റെതായിട്ടുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. പിന്നെ 1 ഇയർ മെയിൻ്റെനൻസ് കോസ്റ്റ് നോക്കണ്ട, അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതേപോലെ ലോങ് ടൈം ലോൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആവും ചെയ്യും ഫ്രഷ് കാർ ആകുമ്പോൾ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ചെറിയ EMI നമുക്ക് പുതിയ വാഹനം എടുക്കുകയും ചെയ്യാം, ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യാം. അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രോൺസ് ആണ്. ഫ്രോൺസ് എങ്ങനെയൊക്കെയായിരുന്നു? നമുക്കിപ്പോ നിലവിൽ കുറച്ചായിട്ടുള്ളൂ ഈ വാഹനം ലോഞ്ച് ചെയ്തിട്ട്, പക്ഷെ നമ്മൾ കൂടുതൽ ആളുകൾ ഏറ്റെടുത്തൊരു മോഡൽ തന്നെ പറയാം. അതെ, ഫ്രോൺസ് ഒരു മിനി SUV സെഗ്മെന്റ് ആണ്, നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇതിലും 2023 വെഹിക്കിൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ സ്പെഷ്യൽ ഓഫർ ആണ്. ഇതിനൊരു അപ് ടു 20-25,000 വരെ ബെനിഫിറ്റ്സ് ഉണ്ട്. 25,000 രൂപ വരെ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഓട്ടോമാറ്റിക്കും പിന്നെ ടെർബോ എല്ലാത്തിനും ഓഫർ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 20-25 വരെ നമുക്ക് ഇതിനകത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ മാസത്തെ ഓഫർ അനുസരിച്ചിട്ട്. അതല്ല 23 മോഡൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അത് കേസ് ടു കേസ് നോക്കിയിട്ട് കസ്റ്റമറിന് നല്ല ഓഫറിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇയർ ബാക്ക് ആണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഇതിയൊക്കെ അഡീഷണൽ ആയിട്ട് ഏകദേശം എത്ര രൂപ വരെ? 50 രൂപ വരെ നമുക്ക് ഏകദേശം അത്ര വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ഇപ്പൊ കുറച്ച് വെഹിക്കിൾസ് ആണ് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത്. ഇപ്പൊ പെട്ടെന്ന് ഇത് നമുക്ക് മൈലേജ് ഒക്കെ എത്രയാണ് നമുക്ക് കമ്പനി ഓഫർ ചെയ്യുന്നത്? 23 ആണ് മൈലേജ് പറയുന്നത്. ഏകദേശം എല്ലാം നമുക്ക് ഒരേ ഒരു മൈലേജ് വരുന്നുണ്ട്. എല്ലാം ഒരേപോലെ തന്നെയാണ് വരിക. ഇതില് 1 ലിറ്ററും 1.2 ലിറ്ററും ആണ് നമുക്ക് എഞ്ചിൻ ഉള്ളത്. അതില് 1 ലിറ്ററിലായിരിക്കും നമുക്ക് ടർബോ വരുന്നത്. ടർബോ വരുന്ന 1 ലിറ്ററിലാണ്. കുറച്ചുകൂടെ പവർ സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വാഹനം വരുന്നത്. അപ്പോൾ ബെലീനേക്കാൾ ഒന്നുകൂടെ കംഫർട്ടും കുറച്ചുകൂടെ ഒരു പ്രീമിയം ലെവലിൽ ഡിസൈൻ ചെയ്തൊരു വാഹനമാണ് വരുന്നത്. അതേപോലെ തന്നെ റിയർ സൈഡും നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വരുന്നത്. ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെയാണ് നമുക്ക് വരുന്നത്? 9-10 ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച്. ഓൺ റോഡ് റേറ്റ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് നമുക്ക് 9,10,000 രൂപ.
അപ്പോൾ നമുക്ക് പ്ലസ് നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇയർ ബാഗ് വാഹനങ്ങൾക്ക് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ വാഹനം ഇറക്കാൻ പറ്റില്ല. അതെ, ഇപ്പൊ മാക്സിമം ഇപ്പൊ IT ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് തന്നെ മതിയാവും ഇറക്കാൻ. ഈ മാർച്ച് മാസമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹൈ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് മാസമാണ്. ഈ മാർച്ച് മാസം ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആയാലും അതേപോലെ തന്നെ 23 വെഹിക്കിൾസ് ആയാലും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഒരു ജിംനിയൊക്കെ സെക്കൻഡ് ഹാൻഡ് റേറ്റിന് നമുക്ക് എടുക്കാൻ പറ്റും ഫ്രഷ് വെഹിക്കിൾ. അപ്പൊ ജിംനിയിലേക്ക് നമ്മൾ വരാം. അടുത്ത ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് വിറ്റാരയാണ് വരുന്നത്. ഇത് അറിയാലോ, പോപ്പുലർ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ECVT ഉണ്ട്, അതിന് 29 മൈലേജ് വരുന്നത്. അതേപോലെ തന്നെ നോർമൽ വെഹിക്കിളും ഉണ്ട്, നോർമൽ എഞ്ചിനും ഉണ്ട്, 21 ആണ് മൈലേജ് വരുന്നത്. ഗ്രാൻഡ് വിറ്റാര സിഗ്മ ആയിരുന്നു ഏറ്റവും ഡിമാൻഡുള്ള വെഹിക്കിൾ. ഇപ്പോൾ സിഗ്മയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മാർച്ച് മാസം ആയതുകൊണ്ട് സിഗ്മ അവൈലബിൾ ആണ്. അതേപോലെ 23 ഗ്രാൻഡ് വിറ്റാര നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ തന്നെ മാർച്ചിൽ മാരുതി നല്ലൊരു ഓഫർ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇട്ടിട്ടുണ്ട്. ECVTക്ക് ഏകദേശം 75,000 രൂപ കസ്റ്റമറിന് ഓഫർ ഉണ്ട്, എക്സ്ചേഞ്ച് ഓഫറും കോർപ്പറേറ്റ് ഓഫറൊക്കെ കൂടിയിട്ട്. അതേപോലെ തന്നെ നോർമൽ വെഹിക്കിളിനും ഏകദേശം അത്ര തന്നെയൊക്കെ ഓഫറും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ടൈം എല്ലാ കസ്റ്റമേഴ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പുതിയ കാർ സെക്കൻഡ് ഹാൻഡ് ഒക്കെ നോക്കുന്ന കസ്റ്റമേഴ്സ് പുതിയ കാറിലേക്ക് നോക്കുന്നതായിരിക്കും മാക്സിമം ബെനിഫിറ്റ്. കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിലായാലും അതേപോലെ തന്നെ ഓഫറിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ ഓഫറും കാര്യങ്ങളും നടക്കുന്നതാണ് സമയമാണിത്. ഇത് സ്റ്റാർട്ടിംഗ് റേഞ്ച് 27 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ ഈ വാഹനം നമുക്ക് കിട്ടും. അതായത് ഓൺ റോഡ് റേറ്റ് ആണ് ഞാൻ പറയുന്നത്, എക്സ്ഷോറൂം അല്ല. അപ്പോൾ 13-27 മുതൽ കിട്ടും. അതേപോലെ തന്നെ നല്ല ഓഫർ ഉണ്ട്. അതും കൂടെ ഡിസ്കൗണ്ട് കഴിച്ചിട്ടാകുമ്പോഴത്തേക്കും പിന്നെ ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് IT ബാക്ക്ഗ്രൗണ്ട് നോക്കി ചെക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. പിന്നെ ഡൗൺ പേയ്മെൻറ്റ് ഒരു 1 lakhൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നല്ല ഓഫർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 lakhൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അതേപോലെ 23 വെഹിക്കിൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഈ ഓഫറിന് പുറമെ 23 വെഹിക്കിളിന് അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം ഗ്രാൻഡ് വിറ്റാരയിൽ 23 വെഹിക്കിളിൽ കുറച്ച് കളേഴ്സേ ഉള്ളൂ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ. അപ്പോൾ വേണ്ട ആൾക്കാർ പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എത്ര രൂപ വരെ നമുക്ക് ഒരു ബെനിഫിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? നമുക്ക് അപ് ടു 1 lakhന് ആ റേഞ്ചിലേക്ക് നമുക്ക് 1 lakhന് മുകളിലേക്ക് നമുക്ക് ബെനിഫിറ്റ് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് നിലവിൽ നമുക്ക് പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് ഡെമോയിൽ വന്നിട്ടില്ല. നമുക്ക് ജിംനി, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ 4-wheel ഡ്രൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ജിംനിക്ക് നമുക്ക് സ്പെഷ്യൽ ഓഫർ വരുന്നുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു നമുക്ക് ജിംനിയുടെ ഓഫർ കാര്യങ്ങൾ? ജിംനി ഇപ്പൊ 2 വെഹിക്കിൾ 2023 വെഹിക്കിൾ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതായത് സീറ്റ ആൽഫ മാനുവൽ ആണുള്ളത്. സീറ്റ ബ്ലാക്കും പിന്നെ യെല്ലോ ആൻഡ് ബ്ലാക്ക് ആൽഫയിൽ. ഈ 2 വെഹിക്കിളിനും അപ് ടു ഒരു 3 ലക്ഷത്തിനുള്ളിലായിട്ട് നമുക്ക് ഓഫർ കൊടുക്കാം. അപ്പോൾ ജിംനി സെക്കൻഡ് ഹാൻഡ് കാര്യങ്ങളിലേക്ക് പോകണ്ട, ജിംനി ഫ്രഷ് വെഹിക്കിൾ തന്നെ അത്രയും റേറ്റ് കുറഞ്ഞിട്ട് പുതിയ വെഹിക്കിൾ തന്നെ അവൈലബിൾ ആണ്. അപ്പം പിന്നെ ഡൗൺ പേയ്മെൻറ്റ് മാക്സിമം ഇതേപോലെ കുറവാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഓഫർ ഇട്ടിട്ടുണ്ട്. മാർച്ചിൽ തകർപ്പൻ ഓഫറാണ് മാർച്ചിൽ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ നമ്മുടെ സെഡാൻ സെഗ്മെന്റിൽ അടിപൊളി ഒരു വാഹനമാണ് സിയാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് 23 വെഹിക്കിൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നല്ല ഇപ്പം തന്നെ 24 വെഹിക്കിളിന് തന്നെ ഏകദേശം 70,000 രൂപയുടെ ഓഫർ നമുക്കിപ്പോൾ വരുന്നുണ്ട്. അതിന് പുറമേ തന്നെ 23 വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതൊരു സെഡാൻ സെഗ്മെന്റ് ആണ്, നല്ല സ്പേഷ്യസ് ആണ്. സെഡാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് പെട്ടെന്ന് വിളിക്കാം. നല്ലൊരു വർത്താണ്, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക്. അതെ, പിന്നെ അതെ ആക്സസറീസ് അധികം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫുള്ളി ആക്സസറീസ് ലോഡഡ് ആയിട്ടാണ് വെഹിക്കിൾ വരുന്നത് തന്നെ ഓൾറെഡി. പിന്നെ നല്ല ബൂട്ട് സ്പേസ് ഉള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ നമുക്ക് ഏകദേശം പിന്നെ എത്ര രൂപയാണ് ഇപ്പോൾ നമ്മൾ നിലവിലെ ഓഫേഴ്സ് എന്ന് പറഞ്ഞത്? ഇപ്പൊ നമുക്ക് അപ് ടു ഒരു 70,000 മുകളിലേക്ക് 70,000 രൂപ വരെ നമുക്ക് ഇതിന് നിലവിലെ ഓഫർ ഉണ്ട്. അതായത് നിലവിലെ 2024 വെഹിക്കിളിന് നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ട്. പ്ലസ് നമുക്ക് ഇനി ഒരു ഇയർ ബാഗ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിന് അടുത്ത് തന്നെ 1 ലക്ഷത്തിന് മുകളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളറൊക്കെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള കളറാണ്. അപ്പൊ ഈ കളറൊക്കെ നമുക്ക് 23 സ്റ്റോക്ക് ഉണ്ട്. അപ്പം മൈലേജ് ഒക്കെ നമുക്ക് എത്രയാണ്? 21 മൈലേജ് 22 റേഞ്ചിൽ മൈലേജ് ആണ് മൈലേജ് നമുക്ക് പറയുന്നുണ്ട്. അതെ, ഹൈബ്രിഡ് സെക്ഷൻ ആണ്. 1500 cc ആണ് വരുന്നത്. നല്ല പെർഫോമൻസ് പ്ലസ് നല്ല മൈലേജ്, അതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയ ഒരു അടിപൊളി വാഹനമാണ്. സെഡാൻ ആണ്. 1 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ഓഫർ റേറ്റിൽ നമുക്ക് ഇപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാം. അതേപോലെ തന്നെ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഏകദേശം നമ്മൾ എത്ര കാണേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് ഒരു 1 lakhനുള്ളിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ്? അപ്പം നമുക്ക് ഇതിന്റെ ബേസ് മോഡൽ സെഡാന്റെ ബേസ് മോഡലിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് സെറ്റ് അടക്കം വരുന്നുണ്ട്. 11,25 ആണ് ഇതിന്റെ ബേസ് മോഡലിന് റേറ്റ് വരുന്നുള്ളൂ. പിന്നെ ആ ഓഫർ കഴിക്കാത്ത റേറ്റ് ആട്ടോ പറഞ്ഞത്. ഓഫർ കഴിച്ചിട്ട് നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും. 23 വെഹിക്കിളും സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. ഇത് മാത്രമല്ല, നമുക്ക് കേട്ടൻ മുതൽ മറ്റേ ബ്രെസ, സ്വിഫ്റ്റ് എല്ലാ വെഹിക്കിളും ഇപ്പം നല്ല തകർപ്പൻ ഓഫർ നടക്കുന്നുണ്ട്. ഏത് വെഹിക്കിളിന് നിങ്ങൾ വിളിച്ചോളൂ, വെഹിക്കിൾ എല്ലാ സ്റ്റോക്കും ഉണ്ട്. മാർച്ച് മാസം നമുക്ക് നല്ല ഓഫറുമായിട്ട് മാരുതി വന്നിട്ടുണ്ട്. അപ്പോൾ
സെക്കൻഡ് ഹാൻഡ് നോക്കുന്ന കസ്റ്റമേഴ്സും വിളിക്കുക. അപ്പം മാക്സിമം ഓഫർ ഇട്ടിട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എല്ലാവർക്കും മാർച്ച് ഈ കിടുക്കാച്ചി ഓഫറിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് എമ്മിലായിരുന്നു. അപ്പോൾ നമുക്ക് മാരുതിയുടെ ഏത് വെഹിക്കിൾ ആണെങ്കിലും നമുക്കൊരു യൂസ്ഡ് കാർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ ഫ്രഷ് കാർ ആവട്ടെ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ ആവട്ടെ, എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ല ഓഫർ ടൈമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രഷ് കാർ എടുക്കാനുള്ള ഒരു ഓഫേഴ്സ് ഉണ്ട്. 0 ഡൗൺ പേയ്മെൻറ്റിൽ വരെ നമുക്ക് വാഹനങ്ങൾ ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. സോ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. സ്മീർ യാസ് സൈനിങ്.